മക്കളെ, നമ്മളപ്പോൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. വളരെ സിമ്പിൾ ഒരു ചാപ്റ്ററാണ്. എല്ലാ ചാപ്റ്ററിന്റെയും തുടക്കത്തിൽ പറയുന്ന പോലെയല്ല. കാരണം ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇത് നിങ്ങൾ വെറുതെ ഒന്ന് കേട്ട് നോക്കി, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. തുടങ്ങാം. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ. തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നുമില്ലടാ, വളരെ സിമ്പിളാണ്. നമ്മൾ ചെറുപ്പം മുതൽ, അതായത് നമ്മൾ എപ്പോഴാണോ മാത്സ് പഠിച്ചു തുടങ്ങിയത് അപ്പോൾ മുതൽ കേട്ട് വന്നൊരു വാക്കാണ് ഇക്വേഷൻ. അല്ലെങ്കിൽ ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഇക്വേഷൻ. എന്താണ് ഇക്വേഷൻ? ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5, 2x² മൈനസ് 3y ഈക്വൽ ടു 25, എക്സ് ഈക്വൽ ടു വൈ. ഇതെല്ലാം ഇക്വേഷനാണ്. കാര്യം എന്താണെന്നറിയാവോ? ഈക്വൽ ടു സൈൻ വരുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈക്വൽ ടു സൈൻ ഇട്ട് നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതെല്ലാം ഇക്വേഷൻ എന്നാണ്. കേട്ടല്ലോ? ഇനി അഥവാ നിങ്ങൾ ഇക്വേഷൻ എന്ന് പഠിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളിലും ഒരു ഇക്വേഷൻ ഈക്വൽ ടു സൈൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈക്വൽ ടു സൈൻ ഇട്ട് എഴുതുന്ന എല്ലാത്തിനെയും നമ്മൾ പറയുന്ന പേരെന്താണ്? ഇക്വേഷൻ എന്നാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അതേ ശ്രദ്ധിച്ചോ. നമുക്കറിയാം, ഞാനൊരു ഫംഗ്ഷൻ എടുക്കുവാണ്, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുക്കുവാണ്. ഇതിന് ഞാൻ ഒരു തവണ ഡെറിവേറ്റീവ് എടുക്കുവാണ്. ശ്രദ്ധിച്ച, ഫസ്റ്റ് തവണ ഡെറിവേറ്റീവ് എടുക്കുവാണ്. അപ്പൊ ഞാൻ എന്ത് എഴുതൂടാ? dy/dx എന്ന് എടുക്കും, അല്ലെ? അപ്പോൾ ഇതിന് ഒരു തവണ കൂടി ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമ്മൾ f'(x) എന്ന് സൂചിപ്പിക്കും, അല്ലെ? ഇനി ഞാൻ ഇതിനെ ഒന്നുകൂടി ഡെറിവേറ്റീവ് എടുക്കുവാണ്. അതിന്റെ അർത്ഥം എന്താ? ഇതിന് ഞാൻ രണ്ടാമത്തെ തവണ ഡെറിവേറ്റീവ് എടുക്കുവാണ്. അപ്പൊ ഇതിനെ രണ്ടാമത്തെ തവണ ഡെറിവേറ്റീവ് എടുക്കുന്നതിനെ സൂചിപ്പിക്കുന്നത് എന്താണ്? d²y/dx² എന്നാണ്. അതായത് dy/dx ഒന്നുകൂടി എടുത്തു, അപ്പൊ വീണ്ടും dy/dx എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ d²y/dx² എന്നാവും. അപ്പൊ ഇപ്പുറത്തെ എങ്ങനെ നമ്മൾ സൂചിപ്പിക്കും? f'(x) എന്ന് സൂചിപ്പിക്കും. ഇനി മൂന്നാമത്തെ തവണ ഒന്നുകൂടി ഡെറിവേറ്റീവ് എടുക്കുവാണെങ്കിലോ ഇത് d³ എന്നാവും. അപ്പൊ അതിനെ എങ്ങനെ സൂചിപ്പിക്കും? f'(x) എന്ന് സൂചിപ്പിക്കും. ഒരു തവണ കൂടി എടുത്താലോ d⁴y/dx⁴ എന്ന് വരും. അപ്പൊ f 4 വര എന്നിട്ട് എന്താവും? x എന്നാവും. അപ്പൊ ഓരോ തവണ ഡെറിവേറ്റീവ് എടുക്കുന്നതിനെയാണ് dy/dx എന്നും d²y/dx² എന്നും d³ എന്നും പറയുന്നത്. അപ്പൊ ശ്രദ്ധിച്ചോ എന്താണ് dy/dx? ഫസ്റ്റ് തവണ ഡെറിവേറ്റീവ് എടുക്കുന്നതാണ് dy/dx, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. കേട്ടല്ലോ? എന്താണ് d²y/dx²? രണ്ടാമത് തവണ ഡെറിവേറ്റീവ് എടുക്കുന്നതാണ് d²y/dx² അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. അടുത്തത് എന്താണ്? d³y/dx³ എന്ന് പറഞ്ഞാൽ എന്താ? മൂന്നാമത്തെ തവണ തേർഡ് ഓർഡർ ഡെറിവേറ്റീവിനെയാണ് d³y/dx³ എന്ന് പറയുന്നത്. കേട്ടല്ലോ? ഇനി ഒരു തവണ കൂടി എടുത്താലോ d⁴y/dx⁴. ഇങ്ങനെ ഇത് പോയിക്കൊണ്ടിരിക്കും. ഈ ഡെറിവേറ്റീവുകൾ ശ്രദ്ധിച്ചേ, ഈ ഡെറിവേറ്റീവുകളൊക്കെ ഒരു ഇക്വേഷന്റെ അകത്ത് വന്നാൽ ആ ഇക്വേഷനെ പറയുന്ന പേരാണെന്ത്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് നോക്കിയേ, ഞാൻ ഇങ്ങനെ എഴുതുവാണ്, dy/dx പ്ലസ് xy ഈക്വൽ ടു d²y/dx². നോക്ക്, ഡെറിവേറ്റീവുകൾ രണ്ടെണ്ണം വന്നിട്ടുണ്ട്. ഒരെണ്ണം ഇഷ്ടമുള്ളത് വന്നോട്ടെ. അത് ഒരു ഇക്വേഷന്റെ അകത്ത് വന്നാൽ അതിനെ പറയുന്ന പേരാണെന്ത്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതാണ് നമ്മളുടെ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പറയും? സിമ്പിൾ. dy/dx d²y/dx² d³y/dx³ ഒരു ഇക്വേഷനിൽ വന്നാൽ അതിനെ പറയുന്ന പേരാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണല്ലോ. വേറൊന്നും എഴുതാം, dy/dx ഈക്വൽ ടു x d²y/dx² പ്ലസ് tan x. നോക്ക്, ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ? ആണ്. ഈക്വൽ ടു സൈൻ ഉണ്ട്, അത് വിട്ടുകള. dy/dx വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ d²y/dx² വന്നിട്ടുണ്ട്. നോക്കി, ഞാൻ വേറൊന്നും പറയുവാണ്, d³y/dx³ പ്ലസ് tan x ഈക്വൽ ടു e⁻x. ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ? ആണ്. കാര്യം എന്താ? സിമ്പിൾ. ഇതിൻ്റെ അകത്ത് d³y/dx³ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഡെറിവേറ്റീവ്സ്, എന്താണ് ഡെറിവേറ്റീവ്സ്? ഈ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? dy/dx d²y/dx² d³y/dx³
അടങ്ങുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുന്ന ഇക്വേഷൻസ് ആണ് എന്ത്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ സിമ്പിൾ. ഡെറിവേറ്റീവ്സ് ഉൾപ്പെടുന്ന ഇക്വേഷൻ ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ? ഇനി ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ആദ്യത്തെ കാര്യം, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡറും ഡിഗ്രിയും എന്താന്ന് ചോദിക്കും. അതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഓർഡർ, എന്താണ് ഡിഗ്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. എടാ ഞാനൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുവാണ്. dy/dx പ്ലസ് d²y/dx² ഈക്വൽ ടു tan x. അപ്പൊ നമുക്ക് എഴുതേണ്ടത് എന്താണ്? ഇതിന്റെ ഓർഡർ എഴുതണം, ഇതിന്റെ ഡിഗ്രിയും എഴുതണം. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താണെന്നറിയാവോ? അതേ നോക്കിയടാ, ഇതിന്റെ എത്രാമത്തെ ഓർഡർ ഡെറിവേറ്റീവ് ആണെന്ന് നോക്കണം. ഇത് ഫസ്റ്റ് തവണ ഡെറിവേറ്റീവ് എടുക്കുന്നതല്ലേ ഈ dy/dx. ഇത് സെക്കൻഡ് തവണ ഡെറിവേറ്റീവ് എടുത്തതല്ലേ d²y/dx². ഇനി വേറെ വല്ലതും ഉണ്ടോ ഡെറിവേറ്റീവ്? ഇല്ല. അപ്പൊ തന്നിട്ടുള്ള ഡെറിവേറ്റീവ് ഒക്കെ എത്രാമത്തെ തവണ ഡെറിവേറ്റീവ് എടുത്തതാണെന്ന് എഴുതണം. നോക്ക്, ഈ എഴുതിയിരിക്കുന്നതിൽ ഏറ്റവും കൂടിയ നമ്പർ ഏതാണ്? 2 അല്ലേ? അപ്പൊ ഇത് രണ്ടാമത്തെ തവണ ഡെറിവേറ്റീവ് എടുത്തതാണ്. 2 ആണ് ഏറ്റവും കൂടിയ നമ്പർ. അതായിരിക്കും ഇതിന്റെ ഓർഡർ. അപ്പൊ ഓർഡർ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഏറ്റവും കൂടിയ തവണ ഡെറിവേറ്റീവ് എടുത്തിരിക്കുന്നത് ഏതാന്ന് നോക്കണം, അതായിരിക്കും അതിന്റെ ഓർഡർ. ഇനി നമ്മളിപ്പോ എടുത്തത് ഇതല്ലേ, d²y/dx² അല്ലേ? അതിന്റെ പവർ വന്നിരിക്കുന്നത് ഏതാന്ന് നോക്കണം. ഇതിന്റെ പവർ വല്ലതും വന്നിട്ടുണ്ടോ? ഒന്നും വന്നിട്ടില്ലെങ്കിൽ അതിന്റെ പവർ 1 എന്നാണ് അർത്ഥം. കേട്ടല്ലോ? അപ്പോ ഇതിന്റെ പവർ എന്താണോ അതാണ് ഡിഗ്രി. കേട്ടല്ലോ? ഡിഗ്രി എന്താ? നമ്മൾ ഓർഡർ എടുത്തത് എന്താണോ അതിന്റെ പവർ, അല്ലാതെ ഏറ്റവും കൂടിയ പവർ അല്ല. ദേ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നോക്ക്, ഞാൻ ഒരെണ്ണം എഴുതുവാണ്. dy/dx ഹോൾ ക്യൂബ് പ്ലസ് x d²y/dx² ഈക്വൽ ടു 5 d³ ഹോൾ സ്ക്വയർ. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അല്ലെ? സംശയമൊന്നുമില്ല. എനിക്ക് ഇതിന്റെ ഓർഡറും ഡിഗ്രിയും എഴുതണം. സിമ്പിൾ കാര്യം. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് എന്താടാ? നമ്മൾ നോക്കേണ്ടത് ഇവിടുത്തെ എത്രാമത്തെ ഓർഡർ ഡെറിവേറ്റീവ് ആണെന്ന് നോക്കണം. ഇത് dy/dx അല്ലേ? അപ്പൊ ഇത് ഫസ്റ്റ് തവണ ഡെറിവേറ്റീവ് എടുത്തതാണ്. ഇത് d²y/dx², ഇത് രണ്ടാമത്തെ തവണ ഡെറിവേറ്റീവ് എടുത്തതാണ്. ഇത് d³ ഇത് മൂന്നാമത്തെ തവണ ഡെറിവേറ്റീവ് എടുത്തതാണ്. അപ്പൊ 1 2 2 3 ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 3. അപ്പൊ ഈ മൂന്നാമത്തെ ഡെറിവേറ്റീവ് എടുത്തത് കാരണം ഇതിന്റെ ഓർഡർ 3 ആണ്. അത് ഏറ്റവും കൂടിയ നമ്പർ വേണം എടുക്കാൻ. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും കൂടിയ പവർ ആണോ എടുക്കേണ്ടത്? ഇവിടെ ഏറ്റവും കൂടിയ പവർ 3 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. ഏറ്റവും കൂടിയത് 3 ആണ്. 3 ആണോ ഡിഗ്രി? അല്ല. നമ്മൾ ഓർഡർ എടുത്തത് ഏതിന്റെയാണെന്ന് നോക്കണം. d³y/dx³ അല്ലേ? അതിന്റെ പവർ എന്താന്ന് നോക്കണം. അതിന്റെ പവർ 2 അല്ലേടാ? അതിന്റെ പവർ ആണ് ഡിഗ്രി ആയിട്ട് എഴുതേണ്ടത്. സിമ്പിൾ കാര്യം. ഇതേ പറഞ്ഞ കൂടി നോക്ക്. dy/dx പ്ലസ് x tan x ഈക്വൽ ടു cos x. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിന്റെ ഓർഡർ പറഞ്ഞേടാ. ഇതിന്റെ ഓർഡറും പറയണം, ഡിഗ്രിയും പറയണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇതിന്റെ ഓർഡറും ഡിഗ്രി എങ്ങനെ പറയും? വളരെ സിമ്പിൾ. ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ എത്രാമത്തെ തവണയാണ് ഡെറിവേറ്റീവ് എടുത്തത് നോക്കണം. dy/dx മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് തവണയാണ് ഡെറിവേറ്റീവ് എടുത്തത്, വേറെ ഒന്നുമില്ല. അപ്പൊ ഇതിന്റെ ഓർഡർ എന്താണ്? 1. ഈ ഓർഡർ എടുത്ത ഈ സാധനത്തിന്റെ പവർ എന്താന്ന് നോക്കണം. ഇതിന്റെ പവർ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ 1. ഇതാണ് ഡിഗ്രി. കേട്ടല്ലോ? ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആകുന്ന കുറച്ച് കേസുകളുണ്ട്. എന്താണ്? ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആകുന്ന കുറച്ച് കേസുകളുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ dy/dxോ d²y/dx² d³y/dx³ ഏതെങ്കിലും ഒരു ഫംഗ്ഷന്റെ അകത്ത് വന്നാൽ, അകത്ത് വന്നാൽ കേട്ടല്ലോ? അകത്ത് വന്നാൽ മാത്രമേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ നോക്കടാ. d²y/dx² പ്ലസ് tan of dy/dx ഈക്വൽ ടു cos x. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് നോക്കിയേ, ഇതിന്റെ പവർ എന്താടാ? ഇതിന്റെ പവർ അല്ല, ഇത് എത്രാമത്തെ തവണ ഡെറിവേറ്റീവ് എടുത്തതാണ്? d²y/dx² എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ തവണ ഡെറിവേറ്റീവ് എടുത്തതാണ്.
ഇത് dy ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ തവണ ഡെറിവേറ്റീവ് എടുത്താണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ ഏറ്റവും കൂടിയത് ഏതാണ്? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. അപ്പൊ ഇതിന്റെ ഓർഡർ എഴുതാമല്ല, ഓർഡർ എഴുതാം. ഓർഡർ എത്രയാണ്? ഓർഡർ 2 അല്ലെ, ഏറ്റവും കൂടിയത് 2. ഇനി ഇതിന്റെ ഡിഗ്രി എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും കൂടിയതിന്റെ പവർ അല്ലേ നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ dy ബൈ ഡി എക്സ് ടാനിന്റെ അകത്തല്ലേ വന്നേക്കുന്നത്. ടാനിന്റെ അകത്ത് വന്നാൽ, ഏതെങ്കിലും ഒരു ഫംഗ്ഷന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ കോസിന്റെ അകത്ത് dy ബൈ ഡി എക്സ് വന്നു കഴിഞ്ഞാൽ, ഇ റൈസ് ടു dy ബൈ ഡി എക്സ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടാനിന്റെ അകത്ത് dy ബൈ ഡി എക്സ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ എന്ത് പറയാം, ലോഗിന്റെ അകത്ത് dy ബൈ ഡി എക്സ് വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫംഗ്ഷന്റെ അകത്ത് dy ബൈ ഡി എക്സോ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സോ വന്നു കഴിഞ്ഞാൽ ഡിഗ്രി എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. മറന്നു പോകരുത്, നോട്ട് ഡിഫൈൻഡ് ആണ്, മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടന്റ്. ഒരു ഫംഗ്ഷന്റെ അകത്ത് വന്നാൽ ഓർഡർ ഉണ്ടാവും, ഡിഗ്രി നോട്ട് ഡിഫൈൻഡ്, ഇത്രേ ഉള്ളൂ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചെയ്തത് നോക്കിയേ, റൈറ്റ് ദ ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമുക്ക് രണ്ടും എഴുതാടാ, ഓർഡറും എഴുതാം ഡിഗ്രിയും എഴുതാം. സിമ്പിൾ കാര്യം, ശ്രദ്ധിച്ചോ. ഓർഡർ എങ്ങനെ പറയും? ഓർഡർ പറയാൻ ഇവിടുത്തെ എത്രാമത്തെ തവണയാണ് ഡെറിവേറ്റീവ് എടുത്ത് നോക്കുക. ഇത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ രണ്ടാമത്തെ തവണ, ഇത് ഡി വൈ ബൈ ഡി എക്സ് ഒന്നാമത്തെ തവണ. അപ്പൊ ഏറ്റവും കൂടിയത് ഏതാണ്? 2. അപ്പൊ ഓർഡർ എത്രയാണ്? 2. ഇനി ഏറ്റവും കൂടിയ പവറാണ് എടുക്കേണ്ടതല്ല, നമ്മൾ എടുത്തതിന്റെ പവർ എത്രയാണെന്ന് നോക്കണം. ഇതിന്റെ പവർ 1 അല്ലേ, അപ്പൊ ഡിഗ്രി 1. സിമ്പിൾ. ഓക്കെ, ഇതേ വേറെ ക്വസ്റ്റ്യൻ. ഓർഡർ ആൻഡ് ഡിഗ്രി. ഓർഡർ പറയണം, ഡിഗ്രി പറയണം. ഓർഡർ പറ. ഇവിടെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ രണ്ടാമത്തെ തവണ ഡെറിവേറ്റീവ്, ഇത് ഡി വൈ ബൈ ഡി എക്സ് ഒന്നാമത്തെ തവണ ഡെറിവേറ്റീവ്. ഇത് സൈനിന്റെ അകത്താണ് കിടക്കുന്നത്, അല്ല സൈൻ വൈ എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷൻ കിടപ്പുണ്ട്, ഇതെല്ലാം പുറത്താണ് കിടക്കുന്നത്, അപ്പൊ പ്രശ്നമില്ല. ഇവിടുത്തെ രണ്ടാമത്തെ തവണ ഡെറിവേറ്റീവ് എടുത്തു, അതുകൊണ്ട് ഓർഡർ 2 ആണ്. ഇതിന്റെ പവർ എത്രയാടാ? ഇതിന്റെ പവർ 1 ആണ്, അപ്പൊ ഡിഗ്രി 1 ആണ്. സിമ്പിൾ കാര്യം. ഇത് നോക്കടാ, ഇതിന്റെ ഓർഡറും പറയണം ഡിഗ്രിയും പറയണം. പറ. ഇവിടെ രണ്ടാമത്തെ തവണ ഡെറിവേറ്റീവ് എടുത്തു, ഇവിടെ ഫസ്റ്റ് തവണ ഡെറിവേറ്റീവ് എടുത്തു. ഏറ്റവും കൂടിയത് 2 ആണ്, അപ്പൊ ഓർഡർ 2 വന്നു. ഇനി ഡിഗ്രി എത്രയാണ്? ഇതിന്റെ പവർ 1 എന്ന് എഴുതാവോ? ഇല്ല. ഇതേ നോക്കടാ, സൈനിന്റെ അകത്താണ് ഈ ഫംഗ്ഷൻ കിടക്കുന്നത്. ഒരു ഫംഗ്ഷന്റെ അകത്ത് കിടന്നാൽ ഡിഗ്രി എന്താടാ? ഡിഗ്രി നോട്ട് ഡിഫൈൻഡ്. മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇതാണ് ഫസ്റ്റ് സെഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. മക്കളെ, അപ്പൊ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രീ ബൂസ്റ്റർ ബാച്ച് ഇറക്കുന്നുണ്ട്. പ്രീ ബൂസ്റ്റർ ബാച്ച് എന്ന് പറഞ്ഞാൽ ഒരു ബൂസ്റ്റർ ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട്. അതായത് മെയിൻ എക്സാം നമുക്ക് വളരെ വേഗം, വളരെ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ലോഞ്ച് ചെയ്യുന്ന ഒരു കോഴ്സാണ് ബൂസ്റ്റർ ബാച്ച്. അതിനുവേണ്ടി അതിന് മെയിൻ എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇത് നമ്മൾ പ്രീ ബൂസ്റ്റർ ബാച്ച് എന്ന് പറഞ്ഞ് അത് ലോഞ്ച് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്മസ് എക്സാം കൂടി നിങ്ങൾക്ക് സെറ്റാക്കാൻ വേണ്ടി നമ്മൾ പ്രീ ബൂസ്റ്റർ എന്ന് പറയുന്ന പേരിൽ അത് ലോഞ്ച് ചെയ്യുവാണ്. കാര്യം നിങ്ങൾക്ക് മെയിൻ എക്സാമിന്റെ കൂടെ ക്രിസ്മസ് കൂടി ഏകദേശം സെറ്റാക്കാൻ പറ്റും. അപ്പോൾ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രത്യേക ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ക്രിസ്മസ് ഏകദേശം സെറ്റ് ചെയ്യാം, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മെയിൻ എക്സാമും സെറ്റ് ചെയ്യാം. കേട്ടല്ലോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും ജോയിൻ ചെയ്യുക. 5499 ഉള്ള കോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് 3799 ജോയിൻ ചെയ്യാൻ പറ്റും. താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്, നമ്മൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടി ഒരു ബെസ്റ്റ് സ്റ്റഡി ഗ്രൂപ്പ്, ഒരു +2 സ്റ്റഡി ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് എക്സാമിനൊക്കെ ഉണ്ടായിരുന്നവർക്കറിയാം, നമ്മളൊരു സ്റ്റഡി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അതേ മോഡലിൽ തന്നെ നമ്മൾ +2ന്റെ ഒരു സ്റ്റഡി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് നിങ്ങൾക്ക് എല്ലാ ലൈവുകളുടെ ലിങ്കുകളും, ലൈവ് കഴിഞ്ഞിട്ടുള്ള നോട്ടുകളും, അതല്ലാതെ ഡെയിലി ക്വസ്റ്റ്യനുകളും, അതല്ലാതെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനുകളും, അങ്ങനെ എല്ലാ കാര്യങ്ങളും, എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കിട്ടാൻ പോകുന്നത് എവിടെയാണ്? ഇതിൻ്റെ അകത്താണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡെയിലി പ്ലാൻ ഉണ്ടാവും, നോട്ടുകൾ ഉണ്ടാവും, മൈക്രോ ബിറ്റുകൾ ഉണ്ടാവും, പിന്നെ നമ്മുടെ ലൈവ് ലിങ്കുകളെല്ലാം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വേണ്ടവരെല്ലാവരും ജോയിൻ ചെയ്യുക. നമ്മുടെ സാധാ കമ്മ്യൂണിറ്റി അല്ല, അതല്ലാതെ നമുക്കുള്ള കമ്മ്യൂണിറ്റിയാണ് ഏത്? +2ന്റെ ഒരു ബെസ്റ്റ് സ്റ്റഡി ഗ്രൂപ്പ്. വേഗം ജോയിൻ ചെയ്യും. ഇനിയാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനിലേക്ക് കിടക്കുന്നത്, സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ആൻസർ അല്ലെങ്കിൽ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. സൊല്യൂഷൻ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാൽ നമ്മൾ നേരത്തെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കൂലേ, അല്ലെങ്കിൽ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കൂലേ, അതുപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഈ വാല്യൂ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? സൊല്യൂഷൻ. അല്ലെങ്കിൽ നമ്മൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഫസ്റ്റ് ഓർഡറും ഫസ്റ്റ് ഡിഗ്രിയും വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്രമേ സോൾവ് ചെയ്യുള്ളൂ. അതായത് അതിൻ്റെ അകത്ത് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഒരു dy ബൈ dx എന്ന് പറയുന്ന ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. കേട്ടല്ലോ,
d²y/dx² വരുന്നത് നമ്മൾ പഠിക്കുന്നില്ല, സോൾവ് ചെയ്യാൻ പഠിക്കുന്നില്ല കേട്ടല്ലോ. ഇനി സോൾവ് ചെയ്യാൻ നമ്മൾ പ്രധാനമായിട്ടും 3 മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്. എത്ര മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്? 3 മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡിന്റെ പേര് വേരിയബിൾ സെപ്പറബിൾ. എന്താണ്? വേരിയബിൾ സെപ്പറബിൾ. സെക്കൻഡ് മെത്തേഡിന്റെ പേര് എന്താണ്? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. തേർഡ് മെത്തേഡിന്റെ പേര് ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്താണ്? ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ 3 മെത്തേഡുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് വേരിയബിൾ സെപ്പറബിൾ, 2 ലീനിയർ, 3 ഹോമോജിനസ്. അപ്പൊ ഫസ്റ്റ് വണ്ണിലേക്ക് കിടക്കുവാണ് വേരിയബിൾ സെപ്പറബിൾ. എന്താണ് വേരിയബിൾ സെപ്പറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ വേരിയബിൾ എല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കണം, അത്രേ ഉള്ളൂ. എന്താണ്? വേരിയബിൾ എല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കണം. എക്സാമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ തരുവാണ്. ഇവിടെ നോക്കടാ, dy/dx ഈക്വൽ ടു x/y. ഇങ്ങനെ ഒരു ഇക്വേഷൻ തരുവാണ്. ഇത് നമ്മളോട് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ആദ്യം നിങ്ങൾ dxകൾ ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക, dyകൾ ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. എന്താണ്? dxഉം dyയും ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക, ഇത്രേ ഉള്ളൂ. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, dyയും dxഉം സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ രണ്ടും മുകളിൽ തന്നെ വരണം. ഇവിടെ dy കൊണ്ടുവന്ന് ഇതിന്റെ താഴെ വെക്കരുത്. dxഉം dyയും മുകളിൽ തന്നെ വരണം കേട്ടല്ലോ. ബൈ ചേർത്ത് എഴുതി വെക്കരുത്. അപ്പൊ അതേ ശ്രദ്ധിച്ചോ, ഞാൻ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. നോക്ക്, dy ഇവിടെ മേളിൽ തന്നെയല്ലേ കിടക്കുന്നത്? ഞാൻ ഒന്നുകൂടി എടുത്ത് എഴുതാം അല്ലേ? dy/dx ഈക്വൽ ടു x/y അല്ലെ? dy ഇവിടെ മുകളിൽ തന്നെ കിടക്കുന്നു, അപ്പൊ ഒരു പ്രശ്നമില്ല. അപ്പൊ ഈ dxനെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ഇവിടെ dy ഉണ്ട് ഈക്വൽ ടു dx ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുകയല്ലേ, അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പൊ എന്ത് ചെയ്യണോടാ? ഇൻറ്റു ചെയ്യണം. അപ്പൊ ഇൻറ്റു dx വന്നു. ഓക്കെ അല്ലേ? ഇപ്പൊ ഇവിടെ നോക്കിയടാ, ഇവിടെ dy മുകളിലാണ്, ഇവിടെ dx മുകളിലാണ്, താഴെയൊന്നുമല്ല. അപ്പൊ ഒരു പ്രശ്നവും ഇല്ലല്ലോ. ഇങ്ങനെ dyയും dxഉം നമ്മൾ ഒരു സൈഡിലാക്കിയല്ലോ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ dxന്റെ സൈഡിലേക്ക് xകളെ കൊണ്ടുവരണം, dyയുടെ സൈഡിലേക്ക് yകളെ കൊണ്ടുവരണം. എന്താണ്? dxന്റെ സൈഡിലേക്ക് xകൾ വരണം, dyയുടെ സൈഡിലേക്ക് yകൾ വരണം. അത് അപ്പുറത്തോട്ട് ഇപ്പുറത്തേക്കും പോയാലൊന്നും പ്രശ്നമൊന്നുമില്ല. dy ഇപ്പുറത്ത് എഴുതിയെന്ന് പറഞ്ഞൊരു പ്രശ്നമില്ല കേട്ടല്ലോ. dyയുടെ സൈഡിലേക്ക് yകളെ കൊണ്ടുവരണം, dxന്റെ സൈഡിലേക്ക് xകളെ കൊണ്ടുവരണം, അത്രേ ഉള്ളൂ. അപ്പൊ നോക്ക്, dy ഇവിടെ നോക്കിയേ, x dx ഓക്കെ അല്ലേ? ഈ xന്റെ സൈഡിൽ തന്നെയാണ് dx കിടക്കുന്നത്, കുഴപ്പമില്ല. ഈ yനെ dyയുടെ സൈഡിലേക്ക് കൊണ്ടുവരണ്ടേ? അപ്പൊ y ഇപ്പുറത്തേക്ക് വരട്ടെ. y ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഇതെന്ത് വന്നടാ? y ഇൻറ്റു dy എന്ന് വന്നു. ഇപ്പുറത്ത് ആരണ്ടാ? x ഇൻറ്റു dx എന്ന് വന്നു. ഇപ്പൊ നോക്കടാ, dx ഒരു സ്ഥലത്ത്, dy ഒരു സ്ഥലത്ത്. dxന്റെ സ്ഥലത്ത് എല്ലാ xകളും, dyയുടെ സ്ഥലത്ത് എല്ലാ yകളും. സിമ്പിൾ. അപ്പൊ ഞാൻ ഒന്നുകൂടി എടുത്ത് എഴുതുവാണ്. നോക്കിയേ, y dy ഈക്വൽ ടു x dx. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഇനി വളരെ സിമ്പിൾ, ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. എന്താണ്? ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റ് ചെയ്യുക, ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 2 വേരിയബിളിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. dx എല്ലാം ഒരു സ്ഥലത്താക്കി, dy എല്ലാം ഒരു സ്ഥലത്താക്കി. അതുകൊണ്ടാണ് ഇതിന്റെ പേര് വേരിയബിൾ സെപ്പറബിൾ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ഇനി ഇതിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? വളരെ സിമ്പിൾ. നോക്കടാ, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y dy ഈക്വൽ ടു, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x dx. സിമ്പിൾ. നമുക്ക് എക്സിന്റെ ഇന്റഗ്രേഷൻ അറിയാം. എക്സിന്റെ ഇന്റഗ്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? x എന്ന് പറഞ്ഞാൽ x⁻1. പവർ വന്നു കഴിഞ്ഞാൽ ഇന്റഗ്രേഷൻ ചെയ്യുന്നത് x⁻1 + 1/1 + 1 ഇങ്ങനെയല്ലേ ചെയ്യുന്നോണ്ടിരുന്നത്. അപ്പൊ നോക്ക്, yനെ dy വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. y എന്ന് പറഞ്ഞാൽ y⁻1 എന്ന് പറഞ്ഞാൽ എന്താണ്? y⁻1 + 1/1 + 1 ഈക്വൽ ടു, ഇവിടെയും x എന്ന് പറഞ്ഞാൽ x⁻1. x⁻1നെ എങ്ങനെ എഴുതാം? x⁻1 + 1/1 + 1. ആൻസർ ഇന്റഗ്രേറ്റ് ചെയ്ത കാരണം ഒരു പ്ലസ് സി ഇട്ടോളാം. അടുത്ത ആൻസർ ആയി. നോക്ക്, y⁻1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? y² ബൈ ഇവിടെ എത്ര വന്നടാ? 2 ഈക്വൽ ടു x എന്ന് പറഞ്ഞാൽ എത്രയാടാ? x² ബൈ 2 പ്ലസ് സി. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. ഇത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താ? വൈകളെല്ലാം ഒരു സ്ഥലത്താക്കി, എക്സുകളെല്ലാം ഒരു സ്ഥലത്താക്കി ഇന്റഗ്രേറ്റ് ചെയ്ത് പോകണം. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇവനാണ്. നമുക്ക് അവൻ ആദ്യം എടുത്ത് എഴുതാം അല്ലേ?
ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്താണ് 2x ബൈ വൈ സ്ക്വയർ. ഇനി എന്താ ഞാൻ പറഞ്ഞത്, എക്സുകളും ഡി എക്സും ഡി വൈയും ഓരോ സ്ഥലത്താക്കണം. ഇത് ഡി വൈ ഇവിടെ തന്നെ കിടന്നോട്ടെ, മുകളിലല്ലേ കിടക്കുന്നത്. ഈ ഡി എക്സ് അപ്പുറത്തേക്ക് പോട്ടാ. അപ്പൊ ഇവിടെ 2x ബൈ വൈ സ്ക്വയർ ഉണ്ട്. ഈ ഡി എക്സ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഇൻറ്റു ചെയ്യണം. ഇവിടെ ഡിവൈഡ് ചെയ്തു, ഇപ്പുറത്ത് കൊണ്ട് ഇൻറ്റു ചെയ്തു. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, ഡി വൈ ഒരു സ്ഥലത്തായി, ഡി എക്സ് ഒരു സ്ഥലത്തായി, മുകളിൽ തന്നെയാണ്, നമുക്ക് പ്രശ്നമില്ല. ഇനി ഡി എക്സിന്റെ സ്ഥലത്തേക്ക് എക്സുകളും ഡി വൈയുടെ സ്ഥലത്തേക്ക് വൈകളും വരട്ടെ. ഇപ്പൊ എക്സ് കിടക്കുന്ന ഡി എക്സിന്റെ സൈഡിൽ തന്നെയാണ്, ഈ വൈ ഇപ്പുറത്തേക്ക് വന്നാൽ മതി. ഇവിടെ വൈ സ്ക്വയർ ഡിവൈഡ് ചെയ്തിരുന്നു, ഇവിടെ വൈ സ്ക്വയർ കൊണ്ടൊന്ന് ഇൻറ്റു ചെയ്തു. വൈ സ്ക്വയർ ഡി വൈ ഈക്വൽ ടു ഇവിടെ എന്ത് വന്നു, 2x dx. ഓക്കെ അല്ലേ? രണ്ടും സെപ്പറേറ്റ് ആയി. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത് എന്താണ്, വൈ സ്ക്വയർ ഡി വൈ ഈക്വൽ ടു 2x dx. ഓക്കെ അല്ലേ? സിമ്പിൾ. ഇനി എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റ് ചെയ്യുക, ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. അപ്പൊ ചെയ്തോ, നോക്ക്, ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി വൈ ഈക്വൽ ടു ഇന്റഗ്രൽ എന്താടാ 2x dx. 2x dx ഇന്റഗ്രേറ്റ് ചെയ്യാം. വൈ സ്ക്വയർ എങ്ങനെ ചെയ്യും, എക്സ് റൈസ് ടു n ചെയ്യുന്ന പോലെ പവർ വന്നു കഴിഞ്ഞാൽ ഒന്നുകൂട്ടി മുകളിൽ എഴുതുക, ഒന്നുകൂട്ടി താഴെ എഴുതുക, അത്രേ ഉള്ളൂ. അപ്പോൾ വൈ സ്ക്വയറിനെ എങ്ങനെ എഴുതും, വൈ റൈസ് ടു 2 + 1 / 2 + 1. സിമ്പിൾ. അടുത്തത് 2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതുപോലെ തന്നെ വെച്ചു. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു 1. എക്സ് റൈസ് ടു 1 എങ്ങനെ എഴുതാം, എക്സ് റൈസ് ടു 1 + 1 / 1 + 1 പ്ലസ് സി. ഇതിനെ നീറ്റായിട്ട് എഴുതുമ്പോൾ എന്ത് കിട്ടി, y ക്യൂബ് ബൈ 3 ഈക്വൽ ടു 2x² ബൈ താഴെ എന്ത് തോന്നുന്നു 2 പ്ലസ് സി. എന്ത് ചെയ്യുക, ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ആൻസർ എന്ത് കിട്ടിയടാ, y ക്യൂബ് ബൈ 3 ഈക്വൽ ടു x² പ്ലസ് സി. ഇതാണ് ആൻസർ. സിമ്പിൾ. അപ്പൊ ഇതാണ് വേരിയബിൾ സെപ്പറബിൾ. എക്സുകളെല്ലാം ഒരു സ്ഥലത്താക്കി, വൈകളെല്ലാം ഒരു സ്ഥലത്താക്കി ഇന്റഗ്രേറ്റ് ചെയ്തോളുക. സിമ്പിൾ. അപ്പൊ രണ്ടാമത്തെ ടൈപ്പിലേക്ക് പോവാം. രണ്ടാമത്തെ ടൈപ്പിന്റെ പേര് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എടാ, രണ്ടാമത്തെ ടൈപ്പ് ഭയങ്കര എളുപ്പമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ടൈപ്പ് ആദ്യം തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ ടൈപ്പിന് ഒരു ഫോം ഉണ്ട്. ആ ഫോമിലാണോ ഇക്വേഷൻ കിടക്കുന്നത് നോക്കിയാൽ മതി. വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചോ. അതായത് എന്താണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു പ്രത്യേക ഫോമിലാണെങ്കിൽ അതിനെ നമ്മൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. ആ പ്രത്യേക ഫോം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ സിമ്പിൾ. ഒരു ഡി വൈ ബൈ ഡി എക്സ് ഉണ്ടാവും, കേട്ടല്ലോ, പ്ലസ് ഒരു പി വൈ. ശ്രദ്ധിച്ചോളാം, ഒരു എന്താണ് പി വൈ, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു പി പിന്നെ ഒരു വൈ ഈക്വൽ ടു ഇപ്പുറത്തൊരു ക്യൂ ഉണ്ടാവും. ഈ ഒരു ഫോമിൽ കിടക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, എന്താണ് ഈ പി, എന്താണ് ഈ ക്യൂ? ഈ പി എന്ന് പറഞ്ഞാൽ എക്സിൽ എഴുതുന്ന ഒരു ഫംഗ്ഷൻ. എന്താണ്? എക്സിൽ എഴുതുന്ന ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ്. എന്താണ്? എക്സിൽ എഴുതുന്ന ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ്. ക്യൂ എന്ന് പറഞ്ഞാലും അത് തന്നെ. എന്താണ്? എക്സിൽ എഴുതുന്ന ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ്. ഇപ്പോഴും നിങ്ങൾക്ക് ചിലർക്ക് സംശയം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, അത് ഇങ്ങനെ വരുന്ന സാധനങ്ങളില്ലേ, ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ടാൻ എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു കോസ് എക്സ്. ഇവിടെ നോക്കി ഞാൻ പറഞ്ഞ മോഡൽ തന്നെയാണോ എന്ന് നോക്കി. ഓക്കെ, ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ അല്ലേ? ഫസ്റ്റ് ഒരു ഡി വൈ ബൈ ഡി എക്സ് വേണം. ഇനി പ്ലസോ മൈനസോ എന്ത് വേണേലും വന്നോട്ടെ. ഇനി അടുത്ത ടൈം വൈ ഇൻറ്റു ഒരു സാധനമായിരിക്കണം. ഇതേ നോക്കിയേ, ഒരു വൈ ഇൻറ്റു ഒരു സാധനമുണ്ട്. ആ കിടക്കുന്ന സാധനമില്ലേ, ഈ കിടക്കുന്ന സാധനം ഒന്നെങ്കിൽ ഒരു ഫംഗ്ഷൻ ഇൻ എക്സ്, എക്സിൽ ഒരു ഫംഗ്ഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കണം, എക്സ് ഇല്ലാത്ത ഒരാളായിരിക്കണം. എന്ന് പറഞ്ഞാൽ വൈ ഇൻറ്റു ഒരു സാധനം വരണം. ലാസ്റ്റ് വന്ന ആളും എന്താണ്, കോസ് എക്സ്, എക്സിൽ ഒരു ഫംഗ്ഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കണം. എക്സാമ്പിൾ പറയട്ടെ. ഇതേ ഒന്നുകൂടി ഇതേ നോക്ക്, ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 3y ഈക്വൽ ടു 5. എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 3y ഈക്വൽ ടു 5. ഇത് ലീനിയർ ആണോ? ഇങ്ങനെയുള്ള ഫംഗ്ഷനാണ് ലീനിയർ എന്ന് പറയുന്നത്. ഇത് ലീനിയർ ആണോ? ആണ്. നോക്ക്, ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, വൈ ഉള്ള ഒരു സാധനമുണ്ട്. വൈയുടെ കൂടെ നിൽക്കുന്ന എക്സ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണോ നോക്കിയാൽ മതി. ആണ്. അപ്പുറത്ത് കിടക്കുന്ന എക്സ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണോ നോക്കിയാൽ മതി. ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പിയും ക്യൂവും എടുത്ത് എഴുതണം നമ്മൾ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പിയും ക്യൂവും എടുത്ത് എഴുതണം. വേഗം പറ. പി എന്ന് പറഞ്ഞാൽ എന്താ?
വൈയുടെ കൂടെ നിൽക്കുന്ന ആരാണോ അവനാണ് പി. അപ്പുറത്ത് ഈക്വൽ ടു കഴിഞ്ഞ് കിടക്കുന്ന ആരാണോ അവനാണ് ക്യൂ. ഇവിടുത്തെ പിയും ക്യൂ എന്ന് പറഞ്ഞടാ, ഇവിടുത്തെ പിയും ക്യൂ എന്ന് പറഞ്ഞ വളരെ സിമ്പിൾ. വൈയുടെ കൂടെ കിടക്കുന്ന ആരാണോ അവനാണ് പി ടാൻ എക്സ്. അപ്പുറത്ത് കിടക്കുന്ന ആരാണോ അവനാണ് കോസ് എക്സ്. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. ഒരെണ്ണം കൂടി പറഞ്ഞു കഴിച്ചാൽ എന്ത് നോക്ക്, ഡി വൈ ബൈ ഡി എക്സ് മൈനസ് കോസ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 3. ഓക്കെ അല്ലേ? അപ്പൊ പി പറ സൈൻ ചേർത്തെടുക്കണം. ഇവിടെയൊക്കെ പ്ലസ് ആയതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. വൈയുടെ കൂടെ ഇൻറ്റു ചെയ്തിരിക്കുന്ന ആരാണ് അവനാണ് പി. അവൻ ഇവിടെ ആരാടാ? മൈനസ് കോസ് എക്സ്. അടുത്തത് ഈക്വൽ ടു കഴിഞ്ഞ് കിടക്കുന്ന ആരാടാ? അവനാണ് ക്യൂ. സിമ്പിൾ. ഇനി ഈ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യം ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേക സാധനത്തിനെ കണ്ടുപിടിക്കണം. ആ സാധനത്തിന്റെ പേരാണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. എന്താണ്? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആള്. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ ഇതല്ലേ, ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ. ഇതല്ലേ നമ്മളുടെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. ഇതിന്റെ അകത്തെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ അവനെ ചെറുതാക്കി നമുക്ക് ഐ എഫ് എന്ന് എഴുതാം അല്ലെ. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാവോ? ഇ റൈസ് ടു ഇന്റഗ്രൽ, ശ്രദ്ധിച്ചോളെ, ഇ റൈസ് ടു ഇന്റഗ്രൽ എന്താണോ നമ്മളുടെ പി അതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. അപ്പൊ കാണാതെ പിടിക്കേണ്ട സാധനം എന്താണ്? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം. ഇതാണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. എന്താണ്? ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ്. അപ്പൊ എങ്ങനെയാണ് ഒരു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ. ഇതേ നോക്ക്, ഞാൻ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുവാണ്. ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 3y ഈക്വൽ ടു 5. ഇതിന്റെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താന്ന് ചോദിക്കും. അപ്പൊ ആദ്യം തന്നെ പിയും ക്യൂവും എടുത്തെഴുതണം. പി എന്ന് പറഞ്ഞാൽ എത്രയാടാ? 3. ക്യൂ എന്ന് പറഞ്ഞാൽ എത്രയാടാ? 5. എന്താണ് ഇതിന്റെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് അല്ലെ, വിച്ച് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ഇന്റഗ്രൽ പി എന്ന് പറഞ്ഞാൽ എന്താടാ? 3 ഡി എക്സ്. 3നെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇ റൈസ് ടു 3നെ ഇന്റഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ 3 കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ അതിന്റെ കൂടെ എന്ത് കൂടി വരും ഇവിടെ? 3x പ്ലസ് സി ഒന്നും ഇവിടെ ഇടണ്ട. അപ്പൊ ആൻസർ എന്ത് കിട്ടിയടാ? ഇ റൈസ് ടു 3x. ഇതാണ് നമ്മുടെ ആൻസർ. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണ്? ഇ റൈസ് ടു 3x. സിമ്പിൾ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, നോക്കടാ. റൈറ്റ് ദ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതാണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇതിന്റെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ. ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് എഴുതാം. ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ബൈ എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. സിമ്പിൾ. ഓക്കെ അല്ലേ? ഇവിടുത്തെ പി പറഞ്ഞേടാ. വൈയുടെ കൂടെ നിൽക്കുന്ന ആരോ അവനാണ് പി. ഇവിടെ വൈയുടെ കൂടെ 1/x ആണ് നിൽക്കുന്നത് അല്ലെ. 1/x താഴെയാണ് എക്സ് കിടക്കുന്നത്. ക്യൂ ആരാണ്? ഇപ്പുറത്ത് കിടക്കുന്ന ആരാണോ അവനാണ് ക്യൂ. സൈൻ എക്സ്. നമ്മളോട് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ്. സിമ്പിൾ. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ എന്ത് തോന്നും? ഇ റൈസ് ടു ഇന്റഗ്രൽ പി എത്രയാടാ? 1/x ഡി എക്സ്. ഏറ്റവും ഇമ്പോർട്ടന്റ്, ഇ റൈസ് ടു ഇന്റഗ്രൽ 1/x എന്താടാ? ഇന്റഗ്രൽ 1/x ഡി എക്സ് എന്താടാ? സിമ്പിൾ. ലോഗ് എക്സ് പ്ലസ് സി അല്ലേ. 1/x എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ്. അപ്പൊ എന്ത് വന്നുടാ? ഇ റൈസ് ടു ലോഗ് എക്സ് എന്ന് വന്നു. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും എന്താണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ലോഗരിതമിക് ഫംഗ്ഷനുകളും എന്താണ്? റിവേഴ്സ് ഫംഗ്ഷനുകളാണ്. അവരെ രണ്ടുപേരെയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇവർ രണ്ടുപേരും ഒരുമിച്ച് വന്നാൽ ഇവരെ രണ്ടുപേരെയും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ആൻസർ എന്ത് കിട്ടൂടാ? എക്സ്. അപ്പൊ ഇവിടുത്തെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണ്? എക്സ്. സത്യം പറഞ്ഞാൽ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആയിട്ടുള്ളൂ. ഇതെങ്ങനെയാ സോൾവ് ചെയ്യുന്നത്? സോൾവ് ചെയ്യാൻ അപ്പോൾ ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ. ഇതാണ് ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ.
ഈ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് 3 സാധനങ്ങൾ വേണം. ആരൊക്കെയാണ്? നമ്മൾ ഇതിന്റെ പി എടുത്തെഴുതണം. ഓക്കെ, പി എടുത്തെഴുതാൻ നമുക്കറിയാം വൈയുടെ കൂടെ നിൽക്കുന്നതാണ് പി. ഇനി നമ്മൾ ഇതിന്റെ ക്യൂ എടുത്തെഴുതണം. ക്യൂ നമുക്കറിയാം ഈക്വൽ ടു കഴിഞ്ഞു വരുന്ന ആളാണ് ക്യൂ. പിന്നെ നമുക്ക് എന്താണ്? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ വേണം. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ്. ഇതാണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇത്രയും സാധനങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, മറന്നു പോകരുത്. സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, മറന്നു പോകരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിൾ ആണ്. അതേ നോക്കൂ, y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. എന്താണോ നമ്മുടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ അത് y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ q ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. മറന്നു പോകരുത്, y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ q ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇത്രേ ഉള്ളൂ ഇക്വേഷൻ. വളരെ സിമ്പിൾ അല്ലേടാ. എന്താണ്? y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു q ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. എന്താണ് ഇക്വേഷൻ? ഇത്രേ ഓർത്താൽ മതി. y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇപ്പുറത്തെ സൈഡിൽ ഈക്വൽ ടു q ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇപ്പുറത്തെ സൈഡിൽ. പക്ഷേ ഇവിടെ മാത്രം ഇന്റഗ്രൽ എടുക്കണം. എന്താണ്? y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു q ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് നോക്കാം. ഇതേ ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഞാൻ അവനെ ഇങ്ങോട്ട് എടുത്ത് എഴുതാവേ. dy ബൈ ഡി എക്സ് പ്ലസ് 2y ബൈ എക്സ് ഈക്വൽ ടു ഇപ്പുറത്ത് ആരാണ്? എക്സ്. നമുക്ക് ജനറൽ സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ആരെയൊക്കെ വേണം? നമുക്ക് ആദ്യം പി വേണം. പി ആരാടാ? പി എന്ന് പറഞ്ഞാൽ വൈയുടെ കൂടെ നിൽക്കുന്ന ആളാണ് പി. വൈയുടെ കൂടെ ഇവിടെ ആരാണ്? വൈ മാറ്റി നിർത്തിയാൽ ബാക്കി ഇവിടെ ആരുണ്ട്? 2/x. ഓക്കെ അല്ലേ? നമുക്ക് ക്യൂ വേണം. ക്യൂ ആരാടാ? ഈക്വൽ ടു കഴിഞ്ഞ് കിടക്കുന്ന ആളാരാടാ? എക്സ്. അപ്പോൾ പിയും എക്സും കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചേ, പിയും ക്യൂവും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ്. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ്. ഓക്കെ അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ഇന്റഗ്രൽ പി എന്താടാ? 2/x ഡി എക്സ്. ഓക്കെ അല്ലേ? സിമ്പിൾ. ഞാൻ ആ 2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തേക്ക് വെച്ചു. ഇ റൈസ് ടു 2 കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് വെച്ചു. ഇന്റഗ്രൽ 1/x ഡി എക്സ്. ഓക്കെ അല്ലേ? നമുക്കറിയാം ഇന്റഗ്രൽ 1/x എന്താണ്? ഇന്റഗ്രൽ 1/x എന്ന് പറഞ്ഞാൽ log x ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ കൊടുത്തു ഇ റൈസ് ടു 2 log x എന്ന് വന്നു. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇയും ലോഗും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. കാര്യം എന്താ? ഇതിന്റെ നടുക്കൊരു 2 വന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതിനെ മാറ്റണം. അതിനെ മാറ്റുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? വളരെ സിമ്പിൾ ആണ്. ഒന്ന് ശ്രദ്ധിച്ചേ. നമുക്ക് ലോഗിന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ലോഗ് ഒരു പവറിലേക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ, ലോഗ് എ റൈസ് ടു ബി പവറുള്ള ഒരു സ്ഥാനത്തിലേക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈ പവറുള്ള സാധനം വന്ന് ആദ്യം കിടക്കും. അതായത് ബി ലോഗ് എ എന്ന് ഇതിനെ മാറ്റി പറയാം. അതുപോലെ നോക്കിയേ, ലോഗ് 5 സ്ക്വയർ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഈ 2 ഇറങ്ങി ആദ്യം വരും. എന്താണ്? 2 log 5. അപ്പോൾ ലോഗ് 3 റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ ഇതിനെ മാറ്റി എങ്ങനെ പറയാം? ഈ 4 ഇറങ്ങി ആദ്യം വരും. ലോഗ് 4 log 3 എന്ന് വരും. ഇനി വേറെ നോക്ക്, ലോഗ് എക്സ് സ്ക്വയർ എന്ന് വന്നാൽ എന്ത് പറയും? ഈ 2 ഇറങ്ങി ആദ്യം വരും. 2 log x എന്ന് വരും. അപ്പോൾ ഇതുപോലെ തിരിച്ചു ഒന്ന് ആലോചിച്ച് 5 log 3 എന്ന് വന്നു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ മാറ്റി പറയുവാണ്? ഇതിനെ തിരിച്ചു പറയുവാണ്. 5 log 3 എന്ന് വന്നു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ മാറ്റി പറയും? ഈ ലോഗ് എന്താണോ വന്നിട്ടുള്ളത് അത് എഴുതുക. ഇവിടെ വന്നിട്ടുള്ള സാധനം നമുക്ക് പവറായിട്ട് എഴുതാം. ഓക്കെ അല്ലേ? നോക്ക്, ലോഗ് 2 log x എന്ന് വന്നു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ എഴുതാം? ലോഗ് എക്സ് എന്താണോ അവിടെ വന്നിട്ടുള്ളത് ഇതിന് നമുക്ക് പവറായിട്ട് എഴുതാം, ലോഗ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ നോക്കടാ, വളരെ സിമ്പിൾ. ഇവിടെ നോക്ക്, വളരെ സിമ്പിൾ. നോക്ക്, ഇ റൈസ് ടു 2 log x എന്ന് പറഞ്ഞാൽ ലോഗ് എന്ന് എഴുതി ഇവിടെ വന്നിട്ടുള്ള ഈ നമ്പർ നമുക്ക് പവറായിട്ട് കൊടുക്കാം, എക്സ് സ്ക്വയർ. ഇപ്പം നോക്ക്, ഇപ്പം ഇ എം ലോഗ് ഒരുമിച്ച് വന്നു. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ആൻസർ എന്ത് കിട്ടി? എക്സ് സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടി പി കിട്ടി, ക്യൂ കിട്ടി, എക്സ് കിട്ടി. ഇനി സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സൊല്യൂഷൻ ഈക്വൽ ടു എന്താണ്? y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഈ ക്യൂവിന് എന്തിട്ടണം? ഇൻ്റഗ്രൽ ഇട്ടോളണം. ഇത്രേ ഉള്ളൂ. y അതുപോലെ തന്നെ ഇട്ടു. എന്താണ് നമ്മുടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ? എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എന്താണ്? ക്യൂ നമ്മൾ കണ്ടുപിടിച്ചു, എക്സ് ഇൻറ്റു എന്തായിരുന്നു നമ്മുടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ? എക്സ് സ്ക്വയർ. ഒരു ഡി എക്സ് ഇട്ടേക്കണേ. അപ്പോൾ നോക്ക്,
വൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയറും എക്സും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരുവാ എക്സ് ക്യൂബ് ഡി എക്സ്. എക്സ് ക്യൂബിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സ് ക്യൂബിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു 3+1/3+1 അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യാൻ പോവുകയാണ് വൈ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു ഇതെന്താവും 3+1/3+1 പ്ലസ് ഒരു സി ഇട്ടേക്കണം. അപ്പോൾ ആൻസർ എന്ത് വന്നു? വൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് റൈസ് ടു 4/4 പ്ലസ് സി എന്ന് ആൻസർ വന്നു. ഇതാണ് നമ്മളുടെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ. ലീനിയർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടൈപ്പാണ് ഹോമോജിനസ്. ഇനി ലാസ്റ്റ് ടൈപ്പിലേക്ക് നമ്മൾ പോകുവാണ്, ഹോമോജിനസ്. എന്താണ് ഹോമോജിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു ഇക്വേഷൻ തരുവാണ് നിങ്ങൾക്ക്, dy/dx ഈക്വൽ ടു നോക്കിയേ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് വൈ. ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ട് ഇത് നിങ്ങളോട് എന്താണ് ഹോമോജിനസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് മെത്തേഡിൽ ഹോമോജിനസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആ രണ്ട് മെത്തേഡുകളും ഞാൻ പറഞ്ഞുതരാം കേട്ടല്ലോ. ഒരു ഇക്വേഷൻ തന്നിട്ട്, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുവാണ് ഇത് ഹോമോജിനസ് ആണോ അല്ലെങ്കിൽ ഇത് ഹോമോജിനസ് അല്ലേ, അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് പറയാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചു. ഫസ്റ്റ് മെത്തേഡ് വളരെ സിമ്പിളാണ്. അതെ, ഫസ്റ്റ് മെത്തേഡ് ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് എടുത്തോ. ഫസ്റ്റ് മെത്തേഡ് ഇവിടെ ഇപ്പുറത്ത് dy/dx ഈക്വൽ ടു എന്നും പറഞ്ഞ് എഴുതുക. ഇവിടെ തന്നിട്ടുള്ള ഓരോ സാധനത്തിനെയും പ്ലസ് അല്ലെങ്കിൽ മൈനസ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് എഴുതിയിരിക്കുന്ന, സെപ്പറേറ്റ് ചെയ്ത് ഓരോ സാധനത്തിനെയും നമ്മൾ ഓരോ ടേം എന്നാണ് വിളിക്കുന്നത്. ഈ എക്സ് സ്ക്വയർ ഒരു ടേം ആണ്, അതെടുത്ത് എഴുതി. എന്താണ് ഈ എക്സ് സ്ക്വയർ ഒരു ടേം ആണ്, അതെടുത്ത് എഴുതി. അതുപോലെ വൈ സ്ക്വയർ ഒരു ടേം ആണ്, അതും എടുത്ത് എഴുതി. ഈക്വൽ ടു എക്സ് വൈ ഒരു ടേം ആണ്, എക്സ് വൈ ഒരു ടേം ആണ്, അത് രണ്ടും കൂടി ഇൻറ്റു ചെയ്തിരിക്കുകയല്ലേ, അപ്പോൾ അത് ഒന്നായിട്ട് കൂട്ടി. ഇനി ഇതിൻ്റെയൊക്കെ ഏറ്റവും കൂടിയ ഇതിൻ്റെ പവർ വന്നിരിക്കുന്നത് എന്താണോ അതെടുത്ത് എഴുതണം. എക്സ് സ്ക്വയറിൻ്റെ പവർ 2 ആണ് വന്നിട്ടുള്ളത്, ഇവിടെ വൈയുടെ പവർ 2 ആണ് വന്നിട്ടുള്ളത്. രണ്ട് സാധനങ്ങൾ ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കിയാൽ എക്സ് സ്ക്വയർ ഇൻറ്റു വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെ പവർ എന്താന്ന് നോക്കുക 2 പ്ലസ് ഇവൻ്റെ പവർ എന്താന്ന് നോക്കുക 1. അപ്പോൾ മൊത്തം 2 + 1 എത്ര വന്നു? 3 വന്നു. അങ്ങനെ വേണം നമ്മൾ പവർ എഴുതാൻ കേട്ടല്ലോ. ഇവിടെ എക്സിൻ്റെ പവർ 1, ഇവിടെ വൈയുടെ പവർ 1. 1ഉം 1ഉം കൂടി കൂട്ടുമ്പോൾ അതിൻ്റെ പവർ എത്ര വന്നു? 2. പവറുകളെല്ലാം കൂട്ടി വേണം എഴുതാൻ. ഇവിടെ 2 മാത്രമുള്ളത് കൊണ്ട് നമ്മൾ 2 എഴുതി, ഇവിടെയും 2 മാത്രമുള്ളത് കൊണ്ട് 2 എഴുതി, ഇവിടെ 2 വേരിയബിൾ ഉള്ള കാരണം രണ്ടും കൂടി കൂട്ടി 2 എഴുതി. ഇങ്ങനെ പവറുകളെല്ലാം കൂട്ടുമ്പോൾ സെയിം ആണെങ്കിൽ, എല്ലാം 2 അല്ലേ വന്നേക്കുന്നത്, എല്ലാം സെയിം ആണെങ്കിൽ ഇത് ഹോമോജിനസ് ആണ്. ഇതാണ് ഒരു മെത്തേഡ്. സിമ്പിൾ അല്ലേ? ഇനി രണ്ടാമത്തെ മെത്തേഡ് അതിലും സിമ്പിളാണ്. നോക്ക്, ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് ഹോമോജിനസ് ആണെന്ന് പറയാം. രണ്ടാമത്തെ മെത്തേഡ് എക്സിന് പകരം ലാംഡ എക്സ് എന്ന് കൊടുക്കുക, വൈക്ക് പകരം ലാംഡ വൈ എന്ന് കൊടുക്കുക. ലാംഡയ്ക്ക് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം കേട്ടോ. കെ ഉപയോഗിക്കാം, പി ഉപയോഗിക്കാം, ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. അപ്പോൾ നോക്ക്, ഞാൻ dy/dx ഈക്വൽ ടു ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് വൈ. ഞാൻ എക്സിന് പകരം ലാംഡ എക്സ് ഉപയോഗിച്ചു. അപ്പം ലാംഡ എക്സ്, എക്സിന് പകരം എക്സ് സ്ക്വയർ ആണ്, എക്സിന് പകരം ലാംഡ എക്സ് സ്ക്വയർ പ്ലസ് വൈക്ക് പകരം ലാംഡ വൈ, അപ്പം ലാംഡ വൈ സ്ക്വയർ ബൈ എക്സിന് പകരം ലാംഡ എക്സ് ഇൻറ്റു വൈക്ക് പകരം ലാംഡ വൈ. ഓക്കെ അല്ലേ? സിമ്പിൾ കാര്യം. ഇനി ഒന്ന് നോക്കിയടാ, വിച്ച് ഈസ് ഈക്വൽ ടു നോക്ക് ലാംഡ എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പം ലാംഡയുടെ സ്ക്വയർ എടുക്കണം, എക്സിൻ്റെ സ്ക്വയർ എടുക്കണം. അപ്പം ലാംഡ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ലാംഡയുടെ സ്ക്വയർ എടുക്കണം, വൈയുടെ സ്ക്വയർ എടുക്കണം, ലാംഡ സ്ക്വയർ വൈ സ്ക്വയർ ബൈ ലാംഡ ഇൻറ്റു ലാംഡ ചെയ്യുമ്പോൾ അതെന്താവൂടാ? ലാംഡ സ്ക്വയർ ഇൻറ്റു എക്സും വൈയും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്താവൂടാ? എക്സ് വൈ. ഇനി നോക്കിയേ, മുകളിൽ ഒരു ലാംഡ സ്ക്വയറും രണ്ടിടത്തും വന്നിട്ടില്ലേ? അത് കോമൺ എടുക്കാമല്ലോ. ലാംഡ സ്ക്വയർ കോമൺ എടുത്തു. അപ്പോൾ ഇവിടുന്ന് ലാംഡ സ്ക്വയർ പോയി കഴിഞ്ഞാൽ ബാക്കി എക്സ് സ്ക്വയർ പ്ലസ് ഇവിടുന്ന് ലാംഡ സ്ക്വയർ പോയി കഴിഞ്ഞാൽ ബാക്കി വൈ സ്ക്വയർ. ഓക്കെ അല്ലേ? ഡിവൈഡഡ് ബൈ താഴെ ഒരു ലാംഡ സ്ക്വയർ വന്നു, എക്സ് വൈ വന്നു. ഇവിടെ ഒരു ലാംഡ സ്ക്വയർ മേലുണ്ട്, ഇവിടെയും ഒരു ലാംഡ സ്ക്വയർ ഉണ്ട്, രണ്ടും ക്യാൻസൽ ചെയ്ത് വന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ആൻസർ എന്ത് വന്നടാ? നോക്കിയേ, മുകളിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് വൈ എന്ന് വന്നു. ശ്രദ്ധിച്ചേ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എക്സിന് പകരം ലാംഡ എക്സും വൈക്ക് പകരം ലാംഡ വൈയും കൊടുത്ത് ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ, ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് എഴുതണം, ഏറ്റവും ചെറുതാക്കി എഴുതി കഴിഞ്ഞാൽ അത് പഴയ രൂപത്തിൽ തന്നെ കിട്ടുമെങ്കിൽ, ഇവിടെ നോക്കിയാൽ പഴയ രൂപം തന്നെയല്ലേ?
നമ്മുടെ ഫംഗ്ഷൻ ഇതല്ലേ നോക്കിയേ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് വൈ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് വൈ. അങ്ങനെ പഴയ രൂപത്തിൽ തന്നെ കിട്ടിയാൽ അതെന്താണ്? അത് ഹോമോജിനസ് ആണ്. അപ്പൊ ഇതെന്താണ്? പഴയ രൂപത്തിൽ തന്നെ കിട്ടി, അപ്പൊ ഇതും ഹോമോജിനസ് ആണ്. ഈ രണ്ട് മെത്തേഡിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഇതാണ് കേട്ടല്ലോ. ഇങ്ങനെയാണ് ഹോമോജിനസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. സോൾവ് ചെയ്യാൻ കുറച്ചുകൂടി സിമ്പിൾ ആണ്. ദേ ശ്രദ്ധിച്ചു, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാം. എടാ അപ്പൊ നമുക്ക് ഹോമോജിനസിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇവിടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അത് ഹോമോജിനസ് ആണെന്ന് ആദ്യം പ്രൂവ് ചെയ്യണം. ഈസ് ഹോമോജിനസ് ആൻഡ് സോൾവ് ചെയ്യുന്ന ഞാൻ പറയാം. ആദ്യം ഇത് ഹോമോജിനസ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണം. ഹോമോജിനസ് ആണെന്ന് ടെസ്റ്റ് ചെയ്യാൻ ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് എന്നും പറഞ്ഞ് ഇതിനെ മാറ്റി എഴുതണം. എങ്ങനെ മാറ്റി എഴുതാം? അതേ ക്വസ്റ്റ്യൻ നോക്കിയേ, എക്സ് ഡി വൈ മൈനസ് എക്സ് പ്ലസ് വൈ ഡി എക്സ് ഈക്വൽ ടു 0. ഈ ഡി എക്സ് ഞാൻ അപ്പുറത്തേക്ക്, ഈ ടേം ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ഈ എക്സ് ഡി വൈ ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ 0 പ്ലസ് എന്നാവൂലേ, 0 പ്ലസ് മൈനസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ 0 പ്ലസ് എക്സ് പ്ലസ് വൈ ഡി എക്സ്. ഓക്കെ അല്ലേ? അപ്പൊ നോക്ക്, എക്സ് ഡി വൈ ഈക്വൽ ടു അപ്പുറത്ത് ആരാടാ? എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി എക്സ്. ഈ ഡി എക്സ് ഇപ്പുറത്തേക്ക് വരട്ടെ, ഈ എക്സ് അപ്പുറത്തേക്ക് പോട്ടെ. അപ്പൊ ഡി എക്സ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ ഡി വൈ ഉണ്ട്, ഡി എക്സ് അവിടെ ഇൻറ്റു ചെയ്തു, ഇവിടെ വന്ന് ഡിവൈഡ് ചെയ്തു, ഈക്വൽ ടു അവിടെ ഒരു എക്സ് പ്ലസ് വൈ ഉണ്ട്, എക്സ് ഇവിടെ ഇൻറ്റു ചെയ്തു, എക്സ് ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്തു. ഇതാണ് നമ്മളുടെ ഫംഗ്ഷൻ ഡി വൈ ബൈ ഡി എക്സ് എന്ന് ഞാൻ എഴുതി. ശ്രദ്ധിച്ചേ. അപ്പൊ ഫംഗ്ഷൻ നോക്കടാ, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഫംഗ്ഷൻ നോക്ക്, എക്സ് പ്ലസ് വൈ ബൈ എക്സ്, എക്സ് പ്ലസ് വൈ ബൈ എക്സ്. ഇത് ഹോമോജിനസ് ആണെന്ന് ടെസ്റ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. നമ്മൾ പറഞ്ഞു ഓരോ പാർട്ടായിട്ട് എടുക്കുക. ഇതൊരു പാർട്ട് എക്സ്, ഇത് അടുത്ത പാർട്ട് വൈ, ഇത് അടുത്ത പാർട്ട് എക്സ്. ഓരോ പാർട്ട് എഴുതി ഓരോന്നിൻ്റെയും പവറുകൾ കൂട്ടി എഴുതുക. ഇവിടെ 1 മാത്രമേ ഉള്ളൂ, 1. ഇവിടെ വൈയുടെയും 1 മാത്രമേ ഉള്ളൂ, ഇവിടെ എക്സിൻ്റെയും 1 മാത്രമേ ഉള്ളൂ. എല്ലാം സെയിം ആണ്. എല്ലാം സെയിം ആയതുകൊണ്ട് ഇതെന്താണ്? ഹോമോജിനസ്. ഹോമോജിനസ്. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. ഓക്കെ അല്ലേ? ഇനി ഇത് സോൾവ് ചെയ്യുന്ന ഒന്ന് ശ്രദ്ധിച്ചോളാം. ആദ്യം നമ്മുടെ ഇക്വേഷൻ എടുത്ത് എഴുതുക. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് വൈ ബൈ എക്സ് അല്ലെ, എക്സ് പ്ലസ് വൈ ബൈ എക്സ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. വൈ ബൈ എക്സിന് വി എന്ന് കൊടുക്കണം. ഇത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവര് ഈ എക്സ് അപ്പുറത്തേക്ക് കൊണ്ടുപോയിക്ക് വൈ ഈക്വൽ ടു വി എക്സ് എന്ന് കൊടുക്കണം. ഇത് കാണാതെ പഠിച്ചിരിക്കണം. ഹോമോജിനസ് സോൾവ് ചെയ്യാൻ വൈക്ക് വി എക്സ് എന്ന് കൊടുക്കണം. വൈക്ക് വി എക്സ് എന്ന് കൊടുത്താൽ ഒരെണ്ണം കൂടി കാണാതെ പഠിക്കണം. പക്ഷെ അത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഈ വൈ ഈക്വൽ ടു വി എക്സ് ഇല്ലേ, അതിന് ഞാൻ ഒരു തവണ ഡെറിവേറ്റീവ് എടുക്കുവാണ്. വൈയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വന്നടാ? ഡി വൈ ബൈ ഡി എക്സ് എന്ന് വന്നു. ഓക്കെ അല്ലേ? ഈ വി എക്സിനെ എങ്ങനെ ഡെറിവേറ്റീവ് എടുക്കും? ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പൊ എങ്ങനെ ചെയ്യും നോക്കിയേ, വി എക്സിനെ ഡെറിവേറ്റീവ് എടുക്കണം. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. പ്രൊഡക്റ്റ് റൂൾ കൊടുക്കണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു എക്സ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്താണ്? ഡി വി ബൈ ഡി എക്സ്. സിമ്പിൾ അല്ലേ? ഇതേ സംശയമുള്ളവരൊന്നുകൂടി നോക്കടാ. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, വിയുടെ ഡെറിവേറ്റീവ് ഡി വി ബൈ ഡി എക്സ്. സിമ്പിൾ. അപ്പോൾ ഒന്ന് നീറ്റായിട്ട് എഴുതിയാൽ എന്ത് വരുവാടാ? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വി ഇൻറ്റു 1 വി എ പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ്. അതുപോലെ തന്നെ എഴുതി. ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത്. ഇതൊന്ന് കാണാതെ പഠിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾ വൈക്ക് പകരം വി എക്സ് എന്ന് കൊടുക്കുക, ഡി വൈ ബൈ ഡി എക്സിന് പകരം വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് എന്ന് കൊടുക്കുക. ഇത് കാണാതെ പഠിക്കണം. ഇത്രേ ഉള്ളൂ കാര്യം. നോക്ക്, അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി എടുത്ത് എഴുതുവാണ്. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ എക്സ്. ഇതല്ലേ ക്വസ്റ്റ്യൻ? അപ്പോ ഇവിടെ നോക്ക്, ക്വസ്റ്റ്യൻ ഞാൻ ഒരു തവണ കൂടി എഴുതി. ഇനി ക്വസ്റ്റ്യന് പകരം ഈ സാധനങ്ങളൊന്നും മാറ്റി എഴുതണം. നോക്കി, ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് വന്നിട്ടുണ്ട്. ഡി വൈ ബൈ ഡി എക്സിന് പകരം വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ്, വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ്. ഇത് നിർബന്ധമായിട്ടും കൊടുക്കുക. ഇനി ഇവിടെ എക്സും ഉണ്ട്, വൈയും ഉണ്ട്, എക്സും ഉണ്ട്.
ഈ എക്സിനും വൈക്കും പകരം ഇവിടെ വൈക്ക് പകരം വി എക്സ് കൊടുക്കുക. അപ്പൊ എന്ത് പറഞ്ഞാൽ എക്സ് അതുപോലെ തന്നെ വൈക്ക് പകരം വി എക്സ് കൊടുത്തു ബൈ എക്സ്. അപ്പൊ നമ്മൾ ചെയ്തത് എന്താ, ഇക്വേഷൻ എഴുതി ഡി വൈ ബൈ ഡി എക്സിന് പകരം വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് എന്നും വൈക്ക് പകരം വി എക്സ് എന്നും കൊടുത്തു. ഇത്രയും ചെയ്യുക. എന്നിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. ഇവിടെ നോക്കൂ, വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് അതുപോലെ തന്നെ ഈക്വൽ ടു, ഇവിടെ മുകളിൽ എക്സ് രണ്ടിടത്തുകൊണ്ടല്ലേ, എക്സ് കോമൺ എടുക്കാം. എക്സ് പുറത്തു പോയി കഴിയുമ്പോൾ 1 പ്ലസ് വി എക്സിൽ നിന്ന് എക്സ് പുറത്തു പോയി കഴിഞ്ഞാൽ വി ബൈ താഴെ ഒരു എക്സ്. ഈ താഴത്തെ എക്സും മേളിൽ എക്സും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ആൻസർ എന്ത് വന്നടാ, വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു, ഇവിടെ ബാക്കി എന്തുണ്ട്, ഒരു 1 പ്ലസ് വി. ഓക്കെ അല്ലേ? എടാ ഇനി സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത് വേരിയബിൾ സെപ്പറബിൾ ആണ്. എന്താണ് വേരിയബിൾ സെപ്പറബിൾ? നമ്മൾ ആദ്യം ചെയ്ത സാധനങ്ങൾ, ഒരേപോലുള്ള സാധനങ്ങൾ ഒരു സ്ഥലത്തേക്കും മറ്റേ സാധനങ്ങൾ അപ്പുറത്തേക്കും കൊണ്ടുവരിക. ഇവിടെ ഡി വൈ ബൈ ഡി എക്സിന് പകരം ഡി വി ബൈ ഡി എക്സ് ആണ്. അപ്പൊ ഡി വി എല്ലാം ഒരു സ്ഥലത്തും ഡി എക്സുകളെല്ലാം ഒരു സ്ഥലത്തും ആക്കുക. അപ്പൊ നോക്കടാ, ഈ വി ഞാൻ ആദ്യം അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പൊ ബാക്കി ഇവിടെ എക്സ് ഡി വി ബൈ ഡി എക്സ് ഉണ്ട് ഈക്വൽ ടു, അവിടെ ഒരു 1 പ്ലസ് വി ഉണ്ട്. ഈ പ്ലസ് വി ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് വി ആയി. അപ്പൊ നോക്കടാ, എക്സ് ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു, ഈ പ്ലസ് വിയും മൈനസ് വിയും ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ആൻസർ എത്ര കിട്ടി, 1 എന്ന് കിട്ടി. സിമ്പിൾ അല്ലേ, സിമ്പിൾ അല്ലേ, സിമ്പിൾ അല്ലേ? ഇനി ഇവിടെ നോക്കടാ, എക്സ് ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു 1. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഡി വി ഒരു സ്ഥലത്തും ഡി എക്സ് ഒരു സ്ഥലത്തും ആക്കുക. ഈ ഡി എക്സ് അപ്പുറത്തേക്ക് പോട്ടെ. അപ്പൊ ഇവിടെ ഈ എക്സ് ഡി വി ഉണ്ട് ഈക്വൽ ടു, അവിടെ 1 ഇൻറ്റു ഡി എക്സ് എന്ന് വന്നു അല്ലേ. അപ്പൊ നോക്കടാ, എക്സ് ഡി വി ഈക്വൽ ടു, ഇവിടെ ഡി എക്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു എക്സിനെ ഡി എക്സിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുക, പോട്ടെ അപ്പുറത്തേക്ക്. അപ്പൊ ഡി വി ഈക്വൽ ടു ഡി എക്സ് ബൈ എക്സ്. ഓക്കെ അല്ലേ? ഒന്ന് നീറ്റാക്കി എഴുതിയാൽ എന്ത് വരും, ഡി വി ഈക്വൽ ടു 1 ബൈ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് വരും. എക്സിനെ 1 ബൈ എക്സ് എന്ന് എഴുതി, താഴത്ത് വന്നിരിക്കുന്ന കാരണം. ഇനി നമ്മൾ പറഞ്ഞു എന്താണ്, ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും ഇന്റഗ്രേറ്റ് ചെയ്യണം. കോൺസ്റ്റന്റ് ഇൻറ്റു ഡി വി, അതായത് 1 ഇൻറ്റു ഡി വി എന്നാണ് ഈ കിടക്കുന്നത്. 1ന്റെ ഡെറിവേറ്റീവ് എന്താണ്, വി. അപ്പൊ വി വി 1ന്റെ ഡെറിവേറ്റീവ് എക്സ് അല്ലേ, ഇത് ഡി വി ഉപയോഗിച്ച് ചെയ്യുന്ന കാരണം വി ഈക്വൽ ടു 1 ബൈ എക്സിന്റെ ഇന്റഗ്രൽ വേണം. 1 ബൈ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്, ലോഗ് എക്സ് പ്ലസ് ഒരു സി ഇട്ടേക്കുക. വി നമ്മൾ ഇട്ട് കൊടുത്തതാണ് അല്ലേ. എടാ വി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുത്തതാണ്. വി വൈ ഈക്വൽ ടു വി എക്സ് ആണ്. അപ്പൊ വി എന്ന് പറഞ്ഞാൽ എന്താ, വൈ ബൈ എക്സ്. അതൊന്ന് സെപ്പറേറ്റ് ചെയ്തോളണം. വി എന്ന് പറഞ്ഞാൽ വൈ ബൈ എക്സ് ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് സി. ഇതാണ് ആൻസർ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്, ഹോമോജിനസ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വൈക്ക് വി എക്സ് എന്ന് കൊടുക്കുക, ഡി വൈ ബൈ ഡി എക്സിന് വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഇട്ട് കൊടുക്കുക, സാധാരണ വേരിയബിൾ സെപ്പറബിൾ ഉപയോഗിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സിമ്പിൾ പരിപാടി. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ.